ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അല്പം വ്യത്യസ്തമായ രീതിയിൽ നൂഡിൽസ് തയ്യാറാക്കി നോക്കിയാലോ. എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ലാതെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഈ നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയാണ്. മുട്ടയിലേക്ക് അല്പം ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ നൂഡിൽസ് ആയത് കാരണം ഞാൻ കുരുമുളക് പൊടി പ്രിഫർ ചെയ്യുന്നില്ല. കുറച്ചും ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയുടെ കാൽഭാഗം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. അതൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് ചേർക്കുന്നില്ല, ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഈ സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് 3 പാക്കറ്റ് നൂഡിൽസാണ്. അതുകൊണ്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻഡോമിയുടെ ഇതുപോലെ വെജിറ്റബിൾ ഫ്ലേവറിലുള്ള 3 പാക്കറ്റ് നൂഡിൽസാണ്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ നൂഡിൽസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 3 പാക്കറ്റ് നൂഡിൽസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലയാണ്. ഒന്നുമില്ല, ഇതിൻ്റെ കൂടെ വരുന്ന മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അതല്ലാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് നമുക്ക് ഈ നൂഡിൽസ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അത് 1 പാക്കറ്റാണ്. 1 പാക്കറ്റ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 3 പാക്കറ്റ് നൂഡിൽസിന് 1 പാക്കറ്റ് നൂഡിൽസ് മസാല മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 1 പാക്കറ്റ് നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി സെപ്പറേറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പാക്കറ്റ് മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് മുഴുവനായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ ചില്ലി സോസാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധവുമില്ല. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അത്രമാത്രം. ഒപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം സോയ സോസാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചോളൂ. എപ്പോഴും ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല ഫ്ലെയിമിൽ കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയാണ്. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ. അതല്ലാന്നാണെങ്കിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മളെന്നും ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.